നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 570th day. Today 7th sloka of Prathama Skanda, 2nd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 570ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗദാം മഹീം ഉദ്ധരിഷ്യനുപാദത്ത യജ്ഞേശ സൗകര്യം ബഭൂ. ഓം തത്സത്. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗദാം മഹീം ഉദ്ധരിഷ്യനുപാദത്ത യജ്ഞേശ സൗകര്യം ബഭൂ. ഓം തത്സത്. ദ്വിതീയം തു രണ്ടാമതായിട്ട് അസ്യ ഭവായ അസ്യ ഉത്ഭവത്തിനായിട്ട്, ഇതിൻ്റെ അതായത് ഭൂമിയുടെ ഉത്ഭവത്തിനായിട്ട് രസാതലത്തിൽ ഗത പോയിട്ടുള്ളവൻ, രസാതല ഗത രസാതലത്തെ പ്രാപിച്ചതായ ഉദ്ധരിഷ്യ മഹിം ഭൂമി, ഉദ്ധരിഷ്യൻ മേൽപോട്ട്, ഉപാദത്ത കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്വീകരിച്ചു. ഉദ്ധരിഷ്യൻ ഉപാദത്ത യജ്ഞേശ സൗകര്യം ബഭു. ഉദ്ധരിക്കുവാനായിക്കൊണ്ട് ആ ഭഗവാൻ സൂകരം എന്നായ ബഭു. സൂകരം എന്ന് പറഞ്ഞാൽ വരാഹരൂപം, പന്നിയുടെ രൂപം ധരിച്ചു. അതായത് ഭൂലോകത്തെ ദ്വിതീയം തു ഭവായ അസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യൻ ഉപാദത്ത യജ്ഞേശ സൗകര്യം ബഭു. ഭൂലോകത്തെ നിലനിർത്തുവാൻ വേണ്ടി രസാതലത്തെ പ്രാപിച്ചിട്ടുള്ള ഭൂമിയെ ഉയർത്തുവാൻ വേണ്ടി യാഗാദി പുണ്യകർമ്മങ്ങൾക്കുള്ള സൽഫലം നൽകുന്ന ആ ഭഗവാൻ ആദിനാരായണമൂർത്തി വരാഹരൂപത്തെ സ്വീകരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഉപാദത്ത എന്നാൽ സ്വീകരിച്ചു. വപു ശരീരം. ഉപാദത്ത യജ്ഞേശ യജ്ഞങ്ങൾക്കെല്ലാം ഫലം നൽകുന്ന ആ ഭഗവാൻ സൗകര്യം വരാഹരൂപത്തെ ശരീരം ധരിച്ചു. ശ്ലോകം ഒരിക്കൽ കൂടി. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യനുപാദത്ത യജ്ഞേശ സൗകര്യം ബഭൂ. ശൗനകാദികൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ് ഇവിടെ ശ്രീസൂത ഭഗവാൻ. സൂതൻ ആദ്യം ഭഗവാൻ ബ്രാഹ്മണനായിട്ട് ജനിച്ചു. അത്യധികം കഷ്ടമുള്ള ബ്രഹ്മചര്യത്തെ പ്രാപിച്ചുകൊണ്ട് ബ്രാഹ്മണനായി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഉള്ള ഭഗവാന്റെ അവതാരം, രണ്ടാമതായിട്ടുള്ള ഒരു അവതാരം പറയുകയാണ് വരാഹാവതാരം. അങ്ങനെ 24 അവതാരങ്ങൾ ഭഗവാന്റേത് പറയുന്നുണ്ട്. ഭഗവാന്റെ അവതാരങ്ങൾ പറഞ്ഞു തരണം എന്ന് അവർ ചോദിച്ചിരുന്നു. 6 ചോദ്യങ്ങളാണ് ആദ്യത്തെ അധ്യായത്തിൽ ചോദിക്കുന്നത്. 6 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുത മഹർഷി, ശ്രുത പൗരാണികനായിട്ടുള്ള ഇദ്ദേഹം. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. രണ്ടാമത്തെ അവതാരമാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ വിവരിച്ചത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.